नमस्कार साथियों, बड़े मुश्किल से आज फिर आप लोगों से जुड़ पा रहा हूँ 18वें दिन। നമസ്കാരം आप സുഹൃത്തുക്കളെ. लोगों के हजारों संदेश വളരെ आए। പ്രയാസപ്പെട്ടാണ് मैं ഞാൻ अनशन നിങ്ങളോട് तोड़ूं, ഇപ്പോൾ उठा लूं। സംസാരിക്കുന്നത്. बड़े നിരാഹാര बुजुर्ग സത്യഗ്രഹം തുടങ്ങി नेतागण 18 आकर मुझे ദിവസങ്ങൾ कोई കഴിഞ്ഞിരിക്കുന്നു. प्यार से, कोई गुस्से में ആയിരക്കണക്കിന് बोल रहे हैं സന്ദേശങ്ങളാണ് എനിക്ക് और कुछ ने तो ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. अदालत से ഞാൻ अपील ഈ की है നിരാഹാര कि സമരം सरकार मुझे അവസാനിപ്പിക്കണമെന്ന് जबरदस्ती അഭ്യർത്ഥിച്ചുകൊണ്ട് खाना खिलवाए। दो ചില बातें हैं। മുതിർന്ന पहला നേതാക്കൾ तो अगर ഇവിടെ मैं एത്തി खा भी लूं എന്നോട് അങ്ങനെ तो उससे क्या അഭ്യർത്ഥിക്കുന്നു. बदलेगा और क्या संदेश ചിലർ जाएगा। നീരസത്തോടെ सरकार को അങ്ങനെ तो यही ആവശ്യപ്പെടുകയും संदेश ചെയ്യുന്നു जाएगा कि ഈ जवाबदेही നിരാഹാര की സമരം जरूरत नहीं है, वो അവസാനിപ്പിക്കുവാൻ. बैठ जाते हैं, वो चले ചിലർ जाते हैं। കോടതിയെയും ഇക്കാര്യം और പറഞ്ഞ് दूसरी बात, സമീപിച്ചിരിക്കുന്നു. मेरी हालत അതിനാൽ कुछ ഇങ്ങനെയൊരു ऐसी സന്ദേശം भी नहीं है कि പുറപ്പെടുവിക്കുവാൻ मैं ഞാൻ 2-4 दिन में मर जाऊं। നിർബന്ധിതനായിരിക്കുന്നു. बहुत ഞാൻ ഈ सारे നിരാഹാര मेडिकल സമരം टेस्ट പിൻവലിച്ചാൽ होते रहे हैं, അതെന്ത് സന്ദേശമാണ് रिजल्ट्स നൽകുക? काफी നമ്മൾ नॉर्मल है। ഉന്നയിക്കുന്ന 18 ചോദ്യങ്ങൾക്കൊന്നും दिन സർക്കാർ टेंशन के മറുപടി लिए आज പറയേണ്ടതില്ല. ईसीजी भी ഇവർ हुआ, ഇങ്ങനെ ഇവിടെ സമരം बुरा ചെയ്തിട്ട് അങ്ങ് नहीं है। പൊക്കോളും तो എന്നൊരു इसलिए मैं സന്ദേശമാകും അത് अभी നൽകുക. कई दिन चल सकता हूँ। हाँ, രണ്ടാമതായി कमजोरी എനിക്ക് है, मेरे പറയാനുള്ള ഒരു കാര്യം, मसल्स ഞാൻ खत्म हो 3-4 रहे हैं, मगर ദിവസങ്ങൾക്കകം मेरा അങ്ങനെ दिल അങ്ങ് और മരിച്ചു പോകാനൊന്നും कोर പോകുന്നില്ല. अभी भी ठीक അത്രയ്ക്ക് चल വലിയ रहा है। ക്ഷീണമൊന്നും तो സംഭവിച്ചിട്ടുമില്ല. इसलिए सिर्फ अनशन വളരെയധികം तोड़ने को कहने വൈദ്യപരിശോധനകൾ के बजाय ഇതിനോടകം നടന്നു मैं आप കഴിഞ്ഞു. लोगों से विनती करूंगा 18 कि ദിവസങ്ങൾ आप भी एक പിന്നിട്ടിട്ടും छोटा कदम പരിശോധനാ उठाएं। ഫലങ്ങളെല്ലാം തന്നെ 20 जुलाई സാധാരണ को इतनी നിലയിലാണ് बड़ी കാണിക്കുന്നത്. संख्या में आए ഇന്ന് कि एक ECGയും എടുത്തു. संदेश सरकार को മോശമല്ല जाए। സ്ഥിതി. और मैं तो कहूंगा ഇനിയും उस കുറെ दिन ദിവസങ്ങൾ കൂടി सारे ഇങ്ങനെ स्कूलों, എനിക്ക് പോകാൻ कॉलेजों, കഴിയും. विश्वविद्यालयों से ക്ഷീണമുണ്ടെന്നത് വസ്തുതയാണ്. कि वो उसे മസിലുകൾക്ക് ബലക്ഷയവും വന്നിട്ടുണ്ട്. എന്നാൽ एक्सपीरियंशियल എന്റെ മനസ്സും एजुकेशन का ഹൃദയവും दिन मनाएं। ശരീരത്തിന്റെ एनईपी के അവശ്യാടിസ്ഥാനങ്ങളും अंतर्गत, ഇപ്പോഴും न्यू ശരിയായി തന്നെ पॉलिसी ऑन പ്രവർത്തിക്കുന്നു. एजुकेशन के अंतर्गत, അതുകൊണ്ട് क्योंकि നിരാഹാര उस दिन സമരം बच्चे അവസാനിപ്പിക്കുവാൻ अभ्यास कर എന്നോട് पाएंगे। അഭ്യർത്ഥിക്കുന്നവരോട് पॉलिटिकल എനിക്ക് साइंस का ഒരു एक ചെറിയ अनोखा അഭ്യർത്ഥനയെ തിരിച്ചു लेसन പറയാനുള്ളൂ. जो कि ഈ വരുന്ന इतिहास ജൂലൈ का 20-ാം हिस्सा തീയതി होगा, जिसमें പാർലമെന്റിലേക്ക് वो നടക്കുന്ന खुद മാർച്ചിൽ शिरकत हो വലിയ पाएंगे അളവിൽ और പങ്കെടുത്ത് सीख സർക്കാരിന് पाएंगे കൃത്യമായ कैसे ഒരു लोकतंत्र സന്ദേശം നൽകുക. चलता है जनता എല്ലാ की ओर से। സർവകലാശാലകളിലെയും तो 20 സ്കൂളുകളിലെയും जुलाई को വിദ്യാർത്ഥികൾ बहुत से सांसदों രാഷ്ട്രീയ के साथ आप വിദ്യാഭ്യാസത്തിന്റെ ഒരു सब അപൂർവ आइए, അധ്യായമായി ഇതിനെ हजारों की കരുതി संख्या ഈ में മാർച്ചിൽ हम सब പങ്കെടുക്കുക. मिलके इस ജനതകൾ मुद्दे को എങ്ങനെയാണ് संसद के ചരിത്രം हवाले നിർമ്മിക്കുന്നതെന്ന് करेंगे। तो मुझे भी തെളിയിക്കുവാനുള്ള भरोसा होगा അവസരമായി कि अब കണ്ട് ये ജൂലൈ सही हाथ 20-ലെ മാർച്ചിനെ വിജയിപ്പിക്കുക. ജയ് ഹിന്ദ്.